ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഒരു ഹോളാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ടിന്നുകളിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ അധികം ട്രാൻസ്ഫർ ഷീറ്റ്സ് ഓർഡർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കളക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഷീറ്റ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ട രീതിയൊക്കെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. itsybitsy സൈറ്റിൽ നിന്നോ അവരുടെ ആപ്ലിക്കേഷൻ ത്രൂവോ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ അധികം വാങ്ങിയിട്ടുണ്ട്. അവരുടെ ന്യൂ കളക്ഷൻസിൽ ഒട്ടുമിക്കതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് MRP എന്ന് പറയുന്നത് എല്ലാത്തിനും 69 റുപ്പീസാണ്. പക്ഷേ ഓരോന്നിനും 69 റുപ്പീസ് വെച്ചാവും. എന്നാലും നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നും 48 റുപ്പീസിന് ഇത് കിട്ടും. പിന്നെ ന്യൂ കളക്ഷൻസിന് 69 റുപ്പീസ് ആണെങ്കിലും അവർ 62 റുപ്പീസിനാണ് ഇപ്പോൾ അത് സെല് ചെയ്യുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ 48 റുപ്പീസിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ 2 വീഡിയോസിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസാണിത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇത് വെച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എല്ലാ DIYസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടൊപ്പം ഈ ട്രാൻസ്ഫർ ഷീറ്റ്സ് ഒക്കെ കണ്ട ശേഷം നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഒരു നല്ല ഒരു DIY ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള DIY ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്തിട്ട്. ഓരോ ട്രാൻസ്ഫർ ഷീറ്റിനും അതിൻ്റേതായ പേരുകൾ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൊറോക്കൻ ബ്ലൂംസ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. ഇത് കൂടാതെ ഒരു ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ്സ് ഇതൊക്കെ അവരുടെ ഓൾഡ് കളക്ഷൻസ് ആണ്. നേരത്തെ ഇതിൻ്റെയൊക്കെ A4 സൈസ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇതിൻ്റെ സൈസ് വന്നിട്ട് 10 ഇഞ്ച് ഇൻറ്റു 7.5 ഇഞ്ചസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഷീറ്റ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിലൊട്ടുമിക്കതും എനിക്ക് കൂടുതലും ഫ്ലോറൽ പ്രിൻസിനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫ്ലോറൽ പ്രിൻസാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഷീറ്റ്സ് പല തീമിലുള്ളതുണ്ട്. അപ്പോൾ ഓരോ തീം ബേസ്ഡ് ആയിട്ടാണ് അവർ അതിന് പേരുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടമുള്ളത് 2 വീതം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഓൾഡ് കളക്ഷൻസിൽ വരുന്നതാണ്. റോസി ഗാർഡൻ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. അപ്പോൾ എല്ലാം ഞാൻ വിശദമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ന്യൂ കളക്ഷൻസിലേക്ക് പോകാം. ഇതിൻ്റെ MRP 69 ആണ്. നമുക്ക് 62 റുപ്പീസ് വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി തോന്നിയതുകൊണ്ട് ഞാൻ 2 വീതം വാങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഒരു തീം എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആൻഡ് ചിപ്സ് എന്നാണ് അവർ ഈ തീമിന് പേര് നൽകിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള DIY നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതും അവരുടെ ന്യൂ കളക്ഷൻസിൽ വരുന്നതാണ്. ചെറി ബ്ലോസംസ് എന്നുള്ള തീമിൽ അവർക്ക് ഓൾറെഡി സ്റ്റിക്കേഴ്സ് ട്രാൻസ്ഫർ ഷീറ്റ്സ് അവൈലബിൾ ആണ്. അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് 2 വീതം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ന്യൂ കളക്ഷൻസിൽ വരുന്നതാണ്. ബ്ലോസംസ് ആൻഡ് ബേർഡീസ് എന്ന് പറയുന്ന തീമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്രാൻസ്ഫർ ഷീറ്റ്സ് ആണ്. അതുപോലെ ഇത് ക്വാണ്ടിറ്റി കുറവാണ്. ഓരോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇമേജസ് കുറവാണ് എങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുറച്ച് ഒരു വലിപ്പമുള്ള സ്റ്റിക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതും അവരുടെ ന്യൂ കളക്ഷൻസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റീഗൽ പീകോക്സ് എന്ന് പറയുന്ന തീമിലുള്ളതാണ്. ഫ്ലവേഴ്സും പീകോക്സും അതുപോലെ എന്താ പറയുക, അതിൻ്റെ ഫെദറും ഒക്കെ വന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ എന്താ പറയുക, വെയിറ്റ് ചെയ്യാണ് ഇതൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു അടിപൊളി DIYs ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അടുത്തത് സക്കുലൻസ് ആൻഡ് ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു തീമിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഷീറ്റാണ് ഇതും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പിക്ചേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അവരുടെ ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ എന്താ പറയുക ഇൻസെക്ട്സിൻ്റെ ട്രാൻസ്ഫർ ഇമേജസ് ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് വന്നിട്ട് ഒരു ബഗ് കളക്ഷൻ എന്നാണ് അവർ അതിൻ്റെ തീമിന് പേര് നൽകിയിരിക്കുന്നത്. അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ. അക്വ മുഗൾ മണ്ഡാല എന്നാണ് ഈ തീമിൻ്റെ പേര്.
ബ്ലൂ പോട്ടറി ആയിട്ട് സാമ്യം വരുന്നതാണ്. മുഗൾ മണ്ഡല ആർട്ട് എന്നാണ് അവർ ഇതിന് തീമിന് പേര് കൊടുത്തിരിക്കുന്നത്. എനിവേയ്സ് നമുക്ക് ഇത് ബ്ലൂ പോട്ടറി ആർട്ടിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഷീറ്റാണ്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാനും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ നേരത്തെ വാങ്ങിയത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കുറേയധികം വർക്ക്സ് ഞാൻ ചെയ്തത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് റോസ് ഫേസ് എന്ന് പറയുന്നൊരു തീമാണ്. കുറേയധികം ഡിഫറെൻറ്റ് കളറിലുള്ള റോസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ് അവർ പല വേസിൽ ഇട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള ട്രാൻസ്ഫർ ഇമേജസ് ആണ്. അടുത്തതും റോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീം തന്നെയാണ്. അതിൽ വേസസ് ഇല്ല, റോസിൻ്റെ ബോക്കറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഇമേജസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് റോസ് ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഫ്ലോറൽ പ്രിൻറ്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും വാങ്ങിയത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ, ഒട്ടും പറയാതിരിക്കാൻ വയ്യ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ DIYs ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത്. ഇതിലും കാട്ടിലും ബ്യൂട്ടിഫുള്ളായിട്ട് വരും. അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മളത് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് മാറും. അങ്ങനെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മറക്കാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇനി ഇത് ആണ് ലാസ്റ്റ് കളക്ഷൻ. ഇനി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇതും കൂടി വാങ്ങി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇതിലേക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവേഴ്സാണ്. ഈ ഒരു തീം വൈൽഡ് സൺഫ്ലവേഴ്സ് എന്ന് പറയുന്ന തീമാണ്. സൺഫ്ലവേഴ്സ്, കുറേ ബട്ടർഫ്ലൈസ്, അതിൻ്റെ ബോക്കറ്റ്സ്, ഇതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഷോയി സൺഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു തീമാണ് ഇതിലുള്ളത്. അതായത് ഇങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് വേസസിൽ ഇട്ട് വെക്കില്ലേ, ആ ഒരു രീതിയിലുള്ള തീമും ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത്. അപ്പോൾ എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. എല്ലാം ആദ്യം മുതലേ ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണ്. കാര്യം എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, അത്ര തന്നെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് വെച്ച് നമ്മൾ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടും ആ ഒരു വർക്ക് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണം കാണാൻ വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ വരും. ഓക്കെ, നമുക്ക് വേഗം അവരുടെ ഓൾഡ് കളക്ഷൻസ് കൂടി കണ്ടിട്ട് നമുക്ക് വേഗം DIYസിലേക്ക് പോവാം. ഒരു DIY ഞാൻ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അറിയാത്തവർ, ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലും ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് രീതി കാണിച്ചു തരുന്നത്. അതുകൂടാതെ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവരുടെ ഓൾഡ് കളക്ഷൻസ് ആണ് കേട്ടോ. റോസി ഗാർഡൻ എന്ന് പറയുന്ന ഇതിൻ്റെ MRPയും 69 ആണ്. പക്ഷേ സെയിം സൈസാണ്, 10x7.5 ഇഞ്ചസ് ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 48 റുപ്പീസിന് ഇവരുടെ ഓൾഡ് കളക്ഷൻസ് അവൈലബിൾ ആണ്. ചില സമയത്തൊക്കെ 55 റുപ്പീസിന് കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ. ഇതും അവരുടെ ഓൾഡ് കളക്ഷനാണ്. ചെറി ബ്ലോസംസ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവർക്ക് ഓൾഡ് ഒരു വേരിയൻ്റ് ഉണ്ടെന്ന് ചെറി ബ്ലോസംസിന്. അപ്പോൾ അതാണിത്. ഇതവരുടെ ഓൾഡ് കളക്ഷൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള DIYs നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു DIY പ്ലാന്ററിനെ ഒന്നും കൂടി ബ്യൂട്ടിഫൈ ചെയ്യാം. ഇതിൻ്റെ ബേസിൽ ഞാൻ 2 കോട്ട് ട്രാക്ടർ എമിൽഷൻ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയ ശേഷം 1 കോട്ട് ലെമൺ യെല്ലോ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അക്രലിക് പെയിൻ്റാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ക്യാമൽ ഫാബ്രിക്കയുടെ. അതുപോലെ ഇതിൻ്റെ നെക്ക് പോർഷനിലെ ഗ്രീൻ കളർ മാർഷ് ഗ്രീൻ ഷെയ്ഡ് ഫ്രം itsybitsy ലിറ്റിൽ ബേർഡി ചോക്ക് പെയിൻറ്റ്സ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്ന ആ ഒരു തീമിലുള്ള ട്രാൻസ്ഫർ ഷീറ്റിൽ നിന്നും ഇഷ്ടമുള്ളൊരു ഡിസൈൻ, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിന് മുകളിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. സ്പോഞ്ച് യൂസ് ചെയ്യാം, സ്പ്രെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് വെള്ളമാക്കി കൊടുക്കുക. 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പതുക്കെ ഇതേ രീതിയിൽ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഇമേജ് കട്ട് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് വരുന്ന പിക്ചർ അല്ലാത്തതൊക്കെ മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ, അത് ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വരച്ചതാണെന്നേ തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇമേജ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഈ ഫ്ലവേഴ്സ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ
അഡീഷണൽ ആയിട്ട് വാങ്ങിയത്. ഇനി നമ്മൾ ഓൾറെഡി ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ 3D ഔട്ട്ലൈനേഴ്സ്. ഇതിൽ ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ആ ഒരു ഇമേജിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ വൈപ്പ് ചെയ്യരുത്, അത് ലെറ്റ് ഇറ്റ് ഡ്രൈ ഇറ്റ് സെൽഫ്. ഓക്കെ, അല്ലാതെ നമ്മൾ വൈപ്പ് ചെയ്താൽ ചിലപ്പോൾ ഇമേജ് തന്നെ പോകും. ഇനി നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്ക്സ് കാണാം. ഞാനിത് അവരുടെ ഓൾഡ് കളക്ഷനിലുള്ള മൊറോക്കൻ ബ്ലൂംസിൽ നിന്ന് ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ഇമേജ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു DIY ആണ് കേട്ടോ. ഞാനിതിൽ പെയിൻറ്റ് ചെയ്തതാണ്. ഇത് വുഡിൻ്റെയാണ്. അപ്പോൾ വുഡിൻ്റെ കളറായിരുന്നു, ഞാനിത് പെയിൻറ്റ് ചെയ്തതാണ്. യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്സ് പറയാം. ടീൽ ബ്ലൂവും അതുപോലെ നമ്മുടെ മാർഷ് ഗ്രീൻ ആ ഷെയ്ഡും. നിങ്ങൾക്ക് ടീൽ ബ്ലൂവിനോടൊപ്പം ലെമൺ യെല്ലോയും യൂസ് ചെയ്താൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വാർണിഷും എല്ലാം അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഷീറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. itsybitsyയുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതുവഴിയോ നമ്മൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ സെർച്ച് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഷീറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഷീറ്റ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്നും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. ബൈക്സ് ആൻഡ് ബ്ലൂംസ് എന്നുള്ള തീമിലുള്ള ട്രാൻസ്ഫർ ഷീറ്റിൽ നിന്നും ഞാൻ 2 DIYs ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് രണ്ടും ഓൾഡ് ഗിയയുടെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ടിൻ ക്യാൻസിൽ ഞാൻ DIY പ്ലാന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. അതൊന്നും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് പെയിൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റേഴ്സ് DIY ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റേഴ്സാണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ നമുക്കിനി ഒറിജിനൽ പ്ലാന്റ്സ് ഇടണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ടിൻ വെച്ച ശേഷം ഇടുക, അല്ലെങ്കിൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ വുഡ്, MDF, ക്യാൻവാസ്, ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ഇമേജസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ചെയ്യുന്ന പ്രോസസ്സൊക്കെ കാണാനായിട്ട് വളരെ രസമാണ്. ഇത് ട്രാൻസ്ഫർ ആവുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇത് നമ്മുടെ കണ്ടെയ്നേഴ്സിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ബ്ലൂ ബെൽസ് ആൻഡ് ബേർഡീസ് എന്ന് പറയുന്ന ഒരു തീമിലുള്ളതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ബൈക്സ് ആൻഡ് ബ്ലൂംസിൽ ഒരു ചെറിയ ഒരു സംഭവം എടുത്തിട്ട് ഞാനൊരു ജ്വൽ ബോക്സിലേക്ക് ഞാൻ DIY ജ്വൽ ബോക്സ് ഉണ്ടാക്കിയതാണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിലെ ചില വിഷ്വൽസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഔട്ട് പറയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.